അഭിരുചി കിച്ചണിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ബണ്ണിൻ്റേതാണ്. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന ബണ്ണ് തന്നെയാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസമായിട്ടുള്ളത്, ഇതിൽ ഞാൻ കസ്റ്റാർഡ് ഫില്ല് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ ബണ്ണിനെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെയാണ് ഇതിനാവശ്യം. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടി കസ്റ്റാർഡ് ഉണ്ടാക്കണം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് കാണാം. ഇത് ആദ്യം തന്നെ കുഴച്ചെടുക്കുന്നതിന് മുന്നേയായി നമുക്ക് ഈ ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഷുഗർ കൂടി ആവശ്യമുണ്ട്. ഇനി വേണ്ടത് 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈസ്റ്റും ഷുഗർ കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് നന്നായി ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി നമുക്ക് 1 കപ്പ് മൈദയുടെ ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. ഇനി ചെയ്യേണ്ടത് മാവ് കുഴച്ചെടുക്കലാണ്. അതിന് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഈ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ബണ്ണുണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മാവിൽ നിന്ന് എനിക്കിവിടെ 5 ബണ്ണിനുള്ള മാവാണ് കിട്ടിയിട്ടുള്ളത്. ഇത് 5ഉം ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ബണ്ണുണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഷുഗറാണ്. പിന്നെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പാലാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഫ്ലെയിം ഓണാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഇട്ടതിന് ശേഷം ലംസ് ഒന്നുമില്ലാതെ നന്നായി കലക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഇത് ഫ്ലെയിമിലേക്ക് വെക്കാൻ പാടുള്ളൂ. ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. സാധാരണ നമ്മൾ കസ്റ്റാർഡിന് ചെയ്യുന്നത് പോലെ അത്ര ലൂസായിട്ടല്ല ഇതിൽ ചെയ്യേണ്ടത്. ഇതുപോലെ കുറച്ച് തിക്കായിട്ട് തന്നെ ഇത് എടുക്കണം. എന്നാൽ മാത്രമേ ഇത് ബന്നിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ഉരുളകളാക്കി വെച്ചിട്ടുള്ള ഇതിൽ നിന്നും ഒന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് പരത്തിയെടുക്കുക. അതിലേക്ക് കസ്റ്റാർഡ് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്നില്ല. ഇത് ബോൾസായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയോ ചെയ്തെടുക്കുക. ഇതിലേക്ക് കസ്റ്റാർഡെല്ലാം ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ബണ്ണ് ഓരോന്നും ഒരു 15 മിനിറ്റ് സമയത്തേക്ക് നനഞ്ഞ തുണി കൊണ്ട് മൂടി മാറ്റി വെക്കണം. അതിനുശേഷം മാത്രമേ ബേക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് സാധാരണ ചെയ്യുന്നത് പോലെ കേക്ക് ടിന്നിലോ ഒന്നും തന്നെയല്ല. സാധാരണ നമ്മുടെ പാനിൽ തന്നെയാണ്. പാനിലേക്ക് ആദ്യം ഏതെങ്കിലും തരം ഓയിലൊന്ന് തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിലൊന്ന് തടവി വെക്കുക. അതിന് ശേഷം വേണം ഇതിലേക്ക് ബണ്ണ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ. ഇത് പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബണ്ണ് ഇതിലേക്ക് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് സമയം ഒരു ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ സമയം 10 മിനിറ്റായി. ഇതിൻ്റെ ഒരു ഭാഗം നല്ല കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ ഭാഗവും തിരിച്ചിട്ടിട്ട് പിന്നെ വേണ്ടത് ഒരു 5 മിനിറ്റ് സമയം മാത്രമേ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. അതിനുശേഷം പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റുള്ള ബന്നും ഇതുപോലെ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ സമയമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 10 മിനിറ്റ് കൂടുതൽ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഇപ്പോൾ നല്ലൊരു കസ്റ്റാർഡ് ഫില്ല് ചെയ്തിട്ടുള്ള ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് മുറിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിൽ നന്നായിട്ടുള്ള കസ്റ്റാർഡിൻ്റെ ക്രീമോ അതിൻ്റെ കൂടെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.